ഇന്ന് ഞാനൊരു സ്പെഷ്യൽ മുരിങ്ങയില കറിയാണ് കേട്ടോ കാണിക്കണത്. പത്തിരിക്ക് നമ്മളെപ്പോഴും ഇറച്ചിയുടെ എന്തെങ്കിലും കറിയോ അല്ലെങ്കിൽ മുട്ടക്കറിയൊക്കെ റെഡിയാക്കി എടുക്കാറ്. അതേ ടേസ്റ്റിൽ മുരിങ്ങയില വെച്ചിട്ട് എങ്ങനെയാണ് പത്തിരിക്ക് പറ്റിയ ഒരു കറി റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് മൺചട്ടി എടുക്കുക. അതിനകത്തേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് 2 വറ്റൽ മുളകൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി തിന്നായി അരിഞ്ഞതും ഒരു ഹാഫ് സവാള തിന്നായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും പകുതി പകുതിയായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. മുഴുവനായിട്ടും ചെറിയ ഉള്ളി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ അതൊന്ന് വഴന്ന് വരട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരപ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 പിടിയോളം തേങ്ങയും ആ വറ്റൽ മുളകും 1 ടേബിൾ സ്പൂൺ വലിയ ജീരകവും 4 ചെറിയ ഉള്ളിയും അല്പം വെള്ളം കൂടെ ചേർത്ത് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമ്മളുടെ ഉള്ളിയൊക്കെ നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില ചേർത്ത് നന്നായിട്ട് ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ അങ്ങ് ഒരുപാട് മങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വഴറ്റിയെടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായി വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു 3 മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 3 മുട്ട ചേർക്കുക. ഞാനിപ്പോൾ ഇവിടെ 3 മുട്ടയാണ് ചേർത്തിട്ടുള്ളത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചിക്കി എടുക്കുക. അപ്പോൾ മുട്ടയും കൂടെ നല്ലതായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്തുള്ള തേങ്ങ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അല്പം വെള്ളം ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ലൂസാക്കരുത് ഈ ഒരു കറി, എന്നാൽ ഒരുപാട് തിക്കോ അല്ലാത്ത രീതിയിൽ റെഡിയാക്കി എടുക്കുക. ജസ്റ്റ് ഒരു തിള വരുന്ന സമയത്ത് ഓഫ് ചെയ്യാം. ഇനി ഈ കറി ഒഴിച്ച് കഴിക്കാൻ നമ്മൾ തയ്യാറാക്കുന്നത് ഒറോട്ടിയാണ് കേട്ടോ. ഒറോട്ടിയോ പത്തിരിയോ പത്തലൊക്കെ ഇതിലേക്ക് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് ഒരു മുരിങ്ങാക്കറി, സാധാരണ ഒരു മുരിങ്ങാക്കറി എന്നുള്ള ലെവലിലൊന്നും എടുക്കണ്ട കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു ചിക്കൻ കറിയൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് ഈ മുരിങ്ങക്കറിക്ക്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതുണ്ടാക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കുട്ടിക്കാലം ഓർത്തുപോയി. മദ്രസ വിട്ട് വരുന്ന സമയത്ത് പത്തിരിക്ക് എന്താ കറി എന്ന് ചോദിക്കുമ്പോൾ മുരിങ്ങക്കറിയാണെന്ന് പറയുന്നതോട് കൂടെ തെറ്റിയൊരു ഭാഗത്തിരിക്കും. അതൊന്ന് കൂട്ടി നോക്കിയിട്ട് പറയുമെന്ന് പറയാം എൻ്റെ ഉമ്മ. അപ്പോൾ അത് കൂട്ടി നോക്കുമ്പോഴായിരിക്കും അടിപൊളി ടേസ്റ്റ് കറിയായിരിക്കും കേട്ടോ. എനിക്കിത് എപ്പോഴും ഇങ്ങനെ മിസ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയത്. സൂപ്പർ ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. താങ്ക്